സൂറത്തുൽ ബഖറയിലെ 83-ാമത്തെ ആയത്തിന്റെ ഏതാനും ഭാഗങ്ങൾ മാത്രമാണ് വിശദീകരിച്ചത്. ഇന്ന് നമുക്കത് പൂർത്തീകരിക്കാം ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. وإذ أخذنا ميثاق بني إسرائيل لا تعبدون إلا الله وبالوالدين إحسانا وذي القربى واليتامى والمساكين وقولوا للناس حسنا وأقيموا الصلاة وآتوا الزكاة ثم توليتم إلا قليلا منكم وأنتم معرضون. وإذ أخذنا ميثاق بني إسرائيل لا تعبدون إلا الله وبالوالدين إحسانا وذي القربى واليتامى والمساكين وقولوا للناس حسنا وأقيموا الصلاة وآتوا الزكاة ثم توليتم إلا قليلا منكم وأنتم معرضون. وإذ أخذنا ميثاق بني إسرائيل ഇസ്രായേൽ സന്തതികളുടെ ഉറപ്പ് അവരോട് നാം വാങ്ങിയ സന്ദർഭം ഓർക്കുക. ലാ തഅബുദൂന ഇല്ലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കുകയില്ല അല്ലെങ്കിൽ ആരാധിക്കരുത് എന്ന കരാർ, എന്ന ഉറപ്പ്. അതുപോലെ വബിൽ വാലിദൈനി ഇഹ്സാനം വദിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീൻ, മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും അനാഥകൾക്കും അഗതികൾക്കും നന്മ ചെയ്യണമെന്നും, അതുപോലെ വഖൂലൂ ലിന്നാസി ഹുസ്ന, നിങ്ങൾ മനുഷ്യരോട് നല്ലത് പറയണമെന്നും, വഅഖീമുസ് സ്വലാത്ത വആതുസ് സകാ, വഅഖീമു നിങ്ങൾ നിലനിർത്തുകയും ചെയ്യുവിൻ, അസ്വലാത്ത നമസ്കാരത്തെ, വആതു നിങ്ങൾ കൊടുക്കുകയും ചെയ്യുവിൻ, അസ്സകാത്ത സകാത്തിനെ, സുമ്മ തവല്ലൈതും പിന്നെ നിങ്ങൾ തിരിഞ്ഞുപോയി, ഇല്ലാ ഖലീലൻ അല്പം ആളുകളൊഴികെ, മിൻകും നിങ്ങളിൽ നിന്ന്, വഅൻതും നിങ്ങളാകട്ടെ, മുഅ്രിദൂൻ തിരിഞ്ഞ് കളയുന്നവരാണ്. ആയത്തിന്റെ അവസാന ഭാഗമാണ് നമുക്കിനി പറയാനുള്ളത്. വഅഖീമു സ്വലാത്ത വആതു സകാത്ത സുമ്മ തവല്ലൈതും ഇല്ലാ ഖലീലൻ മിൻകും വഅൻതും മുഅ്രിദൂൻ.
വഅഖീമുസ്സലാത്ത നിങ്ങൾ നമസ്കാരത്തെ നിലനിർത്തുകയും ചെയ്യുവിൻ. വആതുസ്സകാത്ത നിങ്ങൾ സകാത്തിനെ കൊടുക്കുകയും ചെയ്യുവിൻ. സുമ്മ തവല്ലൈതും പിന്നെ നിങ്ങൾ തിരിഞ്ഞുപോയി. ഇല്ലാ ഖലീലം മിൻകും നിങ്ങളിൽ നിന്ന് അല്പം ആളുകൾ ഒഴികെ. വഅൻതും മുഅ്രിദൂൻ നിങ്ങളാകട്ടെ തിരിഞ്ഞു കളയുന്നവരുമാകുന്നു. أذكار الصباح. ഇവിടെ വഅഖീമു ഇവിടെ നേരത്തെ പറഞ്ഞ വഖൂലു ലിന്നാസി ഹുസ്ന ജനങ്ങളോട് വഖൂലു ലിന്നാസി ഹുസ്ന ജനങ്ങളോട് നല്ലത് പറയണമെന്നും എന്ന് പറഞ്ഞല്ലോ. ജനങ്ങളോട് നല്ലത് പറയണമെന്നും അല്ലെങ്കിൽ മനുഷ്യരോട് നല്ലത് പറയണമെന്നും അതിനുശേഷം വഅഖീമു നിങ്ങൾ നിലനിർത്തുകയും ചെയ്യുവിൻ എന്നാണ്. അപ്പോൾ അവിടെ വരുന്ന വാവ് നേരത്തെ പറഞ്ഞ വഖൂലു എന്നതിലേക്ക് എന്നതിനെ തുടർന്നുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ അത് അത്ഫിന്റെ വാവാണ്, ഹർഫ് അത്ഫാകുന്നു. പിന്നെ അഖീമു അഖീമു എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ അർത്ഥം പറഞ്ഞത് നിങ്ങൾ നിലനിർത്തുക എന്നാണ്. ഖാമ നമുക്ക് സാധാരണ അറിയാവുന്ന ഒരു ഫിഅലാണ് ഖാമ. ഖാമ യഖൂമു നിന്നു നിൽക്കുന്നു. ഖാമ യഖൂമു അതിന്റെ അഫ്അല വസ്നിലാണ് അഖാമ വരുന്നത്. അഖാമ യുഖീമു അഖാമ യുഖീമു.
അതിന്റെ അംറാണ് അഖിം. അഖിം വജ്ഹക ലിദ്ദീനി എന്നൊക്കെയുള്ള അഖിം. അത് ആ അംറ് ജംഅന്റെ രൂപത്തിലേക്ക് വരുമ്പോൾ അഖീമു എന്നായി മാറും. അപ്പോൾ അത് ഫിഅല് അംറാണ്. ഖീമു എന്ന് പറയുന്നത് ഫിഅല് അംറാകുന്നു. ഫിഅല് അംറ് മബ്നിയുൻ അലാ ഹർഫിൻ നൂൻ, നൂന് ഹർഫ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഖാമ യുഖീമു എന്ന് പറയുന്നത് തുഖീമു, തുഖീമാനി, തുഖീമൂന. ശരി. അപ്പോൾ അഖീമു ആ ഫിഅലിൽ നിങ്ങൾ എന്നതാണ് അതിന്റെ ഫായിലായി വരുന്നത് അല്ലേ. അപ്പൊ അതിലെ മഫ്ഊലായി വരുന്നതാണ് അസ്സലാത്ത, നമസ്കാരത്തെ. നമസ്കാരത്തെ എന്ന് പറയുന്നത്. സലാത്ത് എന്ന് പറയുമ്പോൾ നേരത്തെ പഠിച്ച പദമാണ് സല്ലാ യുസല്ലി. അതിൽ നിന്നുണ്ടാകുന്ന മസ്ദറാണ് സ്വലാത്ത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് നമസ്കാരം എന്ന് പറയുന്ന കൃത്യമായ ചില ചിട്ടവട്ടങ്ങളൊക്കെയുള്ള ഒരു പ്രാർത്ഥനാക്രമം എന്നതാണ് യഥാർത്ഥത്തിൽ സ്വലാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ സ്വലാത്തിന്റെ അർത്ഥം. അതിവിടെ അസ്വലാത്ത എന്ന് പറയുന്നത് നിങ്ങൾ നിലനിർത്തുക, അസ്വലാത്ത നമസ്കാരത്തെ എന്ന് പറയുമ്പോൾ നമസ്കാരം ഇവിടെ മഫ്ഊൽ ബിഹിയാണ്, അത് മൻസൂബാകുന്നു. വആതു അസ്സകാത്ത, വാവ് വീണ്ടും അത്ഫിന്റെ വാവാണ്. വആതു അതാ എന്നതിൽ നിന്നുണ്ടാകുന്ന അതാ യഅതി, അതിന്റെ അതാ യുഅതി, അതിൽ നിന്നുണ്ടാകുന്ന അംറാകുന്നു ആതി. അതാണ് അല്ല അത്ത എന്നുള്ളതാണ് ഇവയ്ക്ക് ആത്ത യുഅതി എന്നായി മാറുന്നത്. അതിന് നേരത്തെ ഇവിടെ അഖീമു എന്ന് പറഞ്ഞതുപോലെയുള്ള ജംഅന്റെ രൂപമാണ് അതിൽ വരുന്ന അംറാണ് ആതു. ഇവിടെ ഫിഅൽ അംറ് തന്നെ ആതു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നിറവേറ്റുക, അല്ലെങ്കിൽ കൊടുത്തുവീട്ടുക,
എന്നൊക്കെയാണ് അതിന് അർത്ഥം പറയാം. അപ്പോൾ ആതു നിങ്ങൾ കൊടുക്കുകയും ചെയ്യുവിൻ എന്നർത്ഥം. ഇവിടെ അത് ഫിയൽ അംറാണ്, പറഞ്ഞതുപോലെ മബ്നിയുൻ അലാ ഹർഫിൻ നൂൻ. പിന്നെ അസ്സകാത്ത ഇവിടെ അസ്സലാത്ത് എന്നത് സകാത്ത് എന്നതും അതിൻ്റെ എഴുത്തിൽ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. വിശുദ്ധ ഖുർആനിൽ സാധാരണഗതിയിൽ എഴുതുമ്പോൾ അസ്സലാത്ത് സകാത്ത് എന്നിങ്ങനെയാണ് നമുക്ക് സാധാരണ നിലയ്ക്ക് എഴുതാറുള്ളത്. മുസ്ഹഫിൽ നിങ്ങൾ നോക്കിയാൽ വഅഖീമു അസ്സലാത്ത വആതു അസ്സകാത്ത എന്നിങ്ങനെ കാണാൻ സാധിക്കും. എന്നാൽ ഇത് പാരായണം ചെയ്യുമ്പോൾ വഅഖീമു അസ്വലൂത്ത എന്നോ അല്ലെങ്കിൽ അസ്സകൂത്ത എന്നോ അല്ല. മുസ്ഹഫിൽ തന്നെ ലാമിൻ്റെയും അതുപോലെ അവിടെ കാഫിൻ്റെയും, സ്വലാത്ത എന്നതിലെ ലാമിൻ്റെയും അതുപോലെ സക്കാത്ത എന്നതിലെ കാഫിൻ്റെയും മുകളിലായിട്ട് ചെറിയ ഒരു ദീർഘം എഴുതി വെച്ചതായി കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്. വഅഖീമു സ്വലാത്ത വആതു അസ്സകാത്ത. അതിനുള്ള പദങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ അസലിയായ രൂപങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിൽ ഇന്നും ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇവിടെ സക്കാത്ത എന്നത് ഇവിടെ ഇതുപോലെ മഫ്ഊൽ ബിഹിയാണ്. സക്കാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വലാത്ത് എന്ന് പറഞ്ഞതുപോലെ തന്നെ പ്രത്യേകമായ ചില നിയമങ്ങളും വ്യവസ്ഥകളുമൊക്കെയുള്ള നിർബന്ധിതമായ ധർമ്മത്തിനാണ് ഇവിടെ സാങ്കേതികമായി സക്കാത്ത് എന്ന് പറയുന്നത്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞൊരു ഭാഷയിൽ അതിന് പ്രാർത്ഥന എന്നാണ് അർത്ഥമെങ്കിലും കൃത്യമായി തക്ബീർ മുതൽ തസ്ലീം വരെയുള്ള രൂപങ്ങളും പ്രത്യേക നിയമങ്ങളുമൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു പ്രത്യേക പ്രാർത്ഥനാ രീതി, അതിനാണ് സ്വലാത്ത്. അത് നമ്മൾ മലയാളത്തിൽ നമസ്കാരം എന്ന് വിളിച്ചു വരുന്നത്. ആ പദം നമുക്ക് കുറെക്കാലമായി കേട്ട് ശീലമുള്ളത് കൊണ്ടാണ് നമ്മളത് നമസ്കാരം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം എന്ന പദത്തിന് മലയാളത്തിൽ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും അർത്ഥങ്ങളുമാണുള്ളത്. പക്ഷേ സ്വലാത്ത് എന്ന അർത്ഥത്തിലേക്ക് വരുന്ന നമസ്കാരം, നമ്മൾ പറയുന്ന നമസ്കാരം എന്നത് സ്വലാത്ത് എന്ന അർത്ഥത്തിലേക്ക് വരുമ്പോൾ അതിന് കൃത്യമായ രൂപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് സ്വലാത്ത് എന്നതിനെ നമ്മൾ ഭാഷാപരമായി അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ ഏത് പേരിൽ വിളിച്ചാലും ആ ഭാഷയിൽ നിന്ന് ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു രൂപമല്ല, മറിച്ച് അത് ഇപ്പോൾ സ്വലാത്താണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തക്ബീർ മുതൽ തസ്ലീം വരെയുള്ള കൃത്യമായ രൂപങ്ങളോടുകൂടി, കൃത്യമായ ചില പ്രാർത്ഥനകളോടുകൂടി, ചില ദിക്റുകളോടുകൂടി, ചില കർമ്മങ്ങളോടുകൂടി അതിലെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പ്രത്യേക പ്രാർത്ഥനാ സമ്പ്രദായത്തിനാണ് സ്വലാത്ത് എന്ന് പറയുന്നത്. അതുപോലെ സക്കാത്ത് എന്ന് പറയുമ്പോഴും അങ്ങനെ തന്നെയാണ്. സക്കാത്തിന് രണ്ട് അർത്ഥമാണ്. ഒന്ന് സാധാരണ പറയാറുണ്ട്, ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. അവിടെ ആത്മാവിനെ പരിശുദ്ധമാക്കിയവൻ എന്ന അർത്ഥം നമ്മൾ പറയാറുണ്ട്. അതിൽ നിന്ന് സക്കാത്ത് ഉണ്ടാകുന്നു, പരിശുദ്ധമാക്കുന്നു. സമ്പത്തിനെ നാം നേടിയെടുത്ത സമ്പാദിച്ചു വെച്ചിട്ടുള്ള സമ്പത്തിനെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ഒരു ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട്. അതുപോലെ തന്നെ വളർച്ച എന്നുള്ള നിലക്കും പറയാറുണ്ട്. ഈ രണ്ടർത്ഥത്തിലും സക്കാത്തിനെ കുറിച്ച് വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. അത് രണ്ടും യഥാർത്ഥത്തിൽ എങ്ങനെയാണ് വരുന്നത്?
സകാത്ത് എന്ന ആ പ്രവൃത്തി അത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ത്? അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. സകാത്ത് എന്ന പ്രവൃത്തി എന്തിനാണ് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്? അത് രണ്ടുദ്ദേശം തന്നെയാണ്. ഒന്ന്, കൊടുക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സമ്പത്തിനെ ശുദ്ധീകരിക്കുക. എന്നാൽ അതോടൊപ്പം ആ പ്രക്രിയ നടക്കുന്നതോടുകൂടി സമൂഹത്തിലുണ്ടാകുന്ന സാമ്പത്തികമായ വളർച്ച. അപ്പോൾ ആ രണ്ടർത്ഥത്തിലും സക്കാത്ത് എന്ന പദത്തെക്കുറിച്ച് സാങ്കേതികമായി പറയാറുണ്ട്. സക്കാത്തിന് നമ്മൾ സാങ്കേതികമായി പറയുമ്പോൾ, ഞാൻ ഭാഷാപരമായി പറഞ്ഞാണ്, സക്കാത്തിന് സാങ്കേതികമായി പറയുമ്പോൾ അതെന്താകുന്നു? കൃത്യമായ ചില നിയമങ്ങളും വ്യവസ്ഥകളും ഉൾക്കൊള്ളുന്ന നിർബന്ധിതമായ ദാനധർമ്മം എന്നാണ് അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ ആതു സക്കാത്ത, നിങ്ങൾ സക്കാത്തിനെ കൊടുക്കുക. അപ്പോൾ സക്കാത്ത് എന്നത് സക്കാത്ത എന്ന് വന്നതോടുകൂടി തന്നെ അത് മഫ്ഊൽ ബിഹി മൻസൂബാകുന്നു. സുമ്മ തവല്ലൈതും, സുമ്മ പിന്നീട്, സുമ്മ എന്താകുന്നു? അതും ഹർഫ് അത്ഫിൽപ്പെട്ടതാകുന്നു. അത്ഫിന്റെ ഹർഫുകളിൽപ്പെട്ട മറ്റൊന്നാണ് സുമ്മ, പിന്നെ. വാവ് പോലെ തന്നെ നേരത്തെ പറഞ്ഞതിനെ തുടർച്ചയായിക്കൊണ്ട് പറയുന്നതാണ് സുമ്മ. അത് ഹർഫ് അത്ഫാണ്. തവല്ലൈതും, നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞു, നിങ്ങൾ പിന്തിരിഞ്ഞു, നിങ്ങൾ തിരിഞ്ഞുപോയി. ഇത് തവല്ല, വലിയ, നമ്മൾ നേരത്തെ പഠിച്ച ഒരു പദമാണ്. അതിൽ നിന്നുണ്ടാകുന്ന, അതിൻ്റെ തഫഅല വസ്നിൽ വരുന്നതാണ് തവല്ല എന്നത്. തവല്ല ഫിഅൽ മാദിയാണ്, മബ്നിയൻ. അത് തവല്ലൈതും എന്ന് പറയുമ്പോൾ അത് ഫിഅൽ മാദി മബ്നിയൻ അല സുക്കൂൻ. തവല്ലൈ എന്ന് വന്നതോടുകൂടി ഫിഅൽ മാദി മബ്നിയൻ അല സുക്കൂൻ. തും എന്ന് പറഞ്ഞാൽ നിങ്ങളാണ്, നിങ്ങൾ പിന്തിരിഞ്ഞു. അപ്പോൾ ഇവിടെയുള്ള തും എന്ന് പറയുന്നത് വമീർ മബ്നിൻ അല സുക്കൂൻ ഫി മഹല്ല് റഫ്ഉ ഫാഇൽ, ഫാഇലിന്റെ സ്ഥാനത്ത് വരുന്നതാണ്. സുമ്മ തവല്ലൈതും, നിങ്ങൾ പിന്തിരിഞ്ഞു. ഇല്ലാ ഖലീലൻ, ഇല്ല, ഇവിടെ വരുന്ന ഇല്ല എന്താണ്? ഹർഫ് ഇസ്തിസ്ന അല്ലേ? അതാത് ഇസ്തിസ്ന. അപ്പോ ഇല്ല നേരത്തെ സുമ്മ തവല്ലൈതും, നിങ്ങൾ എന്നൊരു ഗ്രൂപ്പിനെ നേരത്തെ പറഞ്ഞതിന് ശേഷം നിങ്ങൾ പിന്തിരിഞ്ഞു എന്ന് പറഞ്ഞതിന് ശേഷം അതിൽ നിന്നൊരു വിഭാഗത്തെ ഒഴിവാക്കുക. ഇല്ല ഖലീല, ഒഴികെ, ഖലീൽ, അതിനാണ് ഇസ്തിസ്നാ എന്ന് പറയുന്നത്, ഒഴിവാക്കൽ. ഇല്ല എന്ന് പറയുന്നത് ഒഴിവാക്കൽ, അതിനെ ഒഴിവാക്കണം, ഒഴിവാക്കൽ. ഇല്ല അൽ ഹർഫ് ഇസ്തിസ്നാ, ഇസ്തിസ്നാവിന് വേണ്ടി, ഇസ്തിസ്നാ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക. ആ ഒഴിവാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹർഫാണ് ഇല്ല. ഖലീലൻ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ അൽബലാഗ ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്താണ് മുസ്തസ്ന മൻസൂബ് അല്ലേ? മുസ്തസ്ന മൻസൂബ. സുമ്മ തവല്ലൈതും ഇല്ലാ ഖലീലൻ, നിങ്ങളിൽ നിന്ന് ഖലീൽ എന്ന് പറഞ്ഞാൽ അല്പം, ഖല്ല കുറഞ്ഞു, ഖല്ല എന്ന് പറഞ്ഞാൽ കുറഞ്ഞു എന്നാണ്. അതെന്താണ് ഖലീൽ.
ഇല്ലാ ഖലീലൻ എന്ന് നസ്ബ് ചെയ്യപ്പെടാനുള്ള കാരണം അത് ഇല്ലക്ക് ശേഷം വരുന്ന മുസ്തസ്നയാണ് അല്ലേ? അതിലെ മുസ്തസ്ന മിൻഹു ഏതാണ്? ഇതിലെ മുസ്തസ്ന മിൻഹു അൻതും, അൻതുമാണ്. തവല്ലൈത്തും എന്നതിൽ അടങ്ങിയിട്ടുള്ള വമീർ തും എന്ന് പറയുന്ന ആ വമീർ, അൻതും നിങ്ങൾ, അതിൽ നിന്ന് അതാണ് മുസ്തസ്ന മിൻഹുവായി വരുന്നത്. അതിൽ നിന്ന് ഖലീല് കുറച്ചാളുകളെ ഒഴിവാക്കി. ഇല്ലാ ഖലീലൻ മിൻകും. മിൻകും എന്ന് പറയുമ്പോൾ മിൻ ഹർഫ് ജർ, പിന്നെ കും എന്ന് പറയുന്നത് ളമീർ മുത്തസിലാണ്, മബ്നീൻ അല സുകൂൻ ഫീ മഹല്ല് ജർ അല്ലേ? മജ്റൂറായി വരും. മിൻകും വഅൻതും മുഅ്രിദൂൻ. വാവ് എന്താണ് ഇവിടെ? വഅൻതും നിങ്ങൾ, നിങ്ങളാവട്ടെ. ഇതാണ് വാവും ഹാലിയ, അവസ്ഥ പറയാനുള്ള വാവാണ്. വാവ് പലതരത്തിലുള്ള വാവുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാവ് ആത്തഫിൻ്റെ വാവ് പഠിച്ചിട്ടുണ്ട്, പിന്നെ ഇസ്തിനാഫിൻ്റെ വാവ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ വാവ് ഇവിടെ ഹാലുണ്ട്. അതുപോലെ വാവ് മഅയ്യ നമ്മൾ ഇതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ വാവ് ഹാലിയ, വാവ് ഹാലിയ, വാവുൽ ഹാലിയ. വഅൻതും, അൻതും എന്നത് ളമീർ മുൻഫസിൽ, അല്ലേ? മബ്നിയുൻ അലാ അസ്സുകൂൻ ഫീ മഹല്ല് റഫ്അ. എന്താ കാരണം? മുബ്തദ അല്ലേ? തുടങ്ങി വഅൻതും. പിന്നെ വഅൻതും മുഅ്രിദൂൻ. അറള യുഅ്രിദു, അറള യഅ്രിദു. അതിൽ നിന്നുണ്ടാകുന്ന അഫ്അല വസനിലാണ് അറള യുഅ്രിദു. അറള യുഅ്രിദു. അതിൽ നിന്നുണ്ടാകുന്ന ഫായിലാണ് മുഅ്രിദു, മുഅ്രിദുൻ. അതിൻ്റെ ബഹുവചനമാണ് ജംഉ മുദക്കർ സാലിമാണ് മുഅ്രിദൂൻ. മുഅ്രിദൂൻ പിന്തിരിയുന്നവർ. അപ്പോൾ ഇവിടെ മുഅ്രിദൂന എന്നത് ഖബർ അല്ലേ? നേരത്തെ പറഞ്ഞ വഅൻതും എന്ന മുബ്തദ അതിനുശേഷം വരുന്നത് ഖബറുമാകുന്നു. ഖബർ മർഫൂ ആണ് എന്നർത്ഥം. മുഅ്രിദൂന ഖബറാണ്, ഖബർ മർഫൂ. ഇവിടെ വഅഖീമുസ് സ്വലാത്ത, നിങ്ങൾ നമസ്കാരത്തെ നിലനിർത്തുക. വആതു സകാത്ത, സകാത്ത് കൊടുക്കുകയും ചെയ്യുക. സുമ്മ തവല്ലൈതും, പിന്നെ നിങ്ങൾ പിരിഞ്ഞുപോയി. ഇല്ലാ ഖലീലൻ, അല്പം ഒഴികെ. മിൻകും, നിങ്ങളിൽ നിന്ന്. വഅൻതും, നിങ്ങളാവട്ടെ. മുഅ്രിദൂൻ, തിരിഞ്ഞു കളയുന്നവരാണ്. ഇൻഷാ അല്ലാഹ്
ഇതിൻ്റെ വിശദീകരണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. മറ്റൊരു കാര്യം, നമ്മുടെ നൂറുൽ ഖുർആൻ പരീക്ഷയുടെ ഉത്തരക്കടലാസുകൾ അയക്കാനുള്ള സമയം ആയി തുടങ്ങിയിട്ടുണ്ട്. ഓർമ്മിപ്പിക്കുകയാണ്. അതിൽ ക്വസ്റ്റ്യൻ പേപ്പർ 1-ൽ ഒരു ചോദ്യം, അതിൽ വന്ന എസ്സേ ചോദ്യം പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഒരു ചോദ്യം സിലബസിൽ നിന്ന് പുറത്താണെന്നുള്ളത്. ആ ചോദ്യത്തിന് പകരമായിട്ട് മറ്റൊരു ചോദ്യം നിങ്ങൾക്ക് തരുന്നുണ്ട് ഉടനെ തന്നെ. ക്വസ്റ്റ്യൻ പേപ്പർ 1 സ്വീകരിച്ചിട്ടുള്ള ആളുകൾക്ക് അതിൽ ആരെങ്കിലും ഇതിനകം ആ ചോദ്യത്തിന് ഉത്തരം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് വിരോധമില്ല. സിലബസിന് പുറത്താണെങ്കിലും ആരെങ്കിലും കൃത്യമായി എഴുതിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റേണ്ടതില്ല. പക്ഷെ ഒരു ഓപ്ഷൻ വേണമെങ്കിൽ തരാം ഇൻഷാ അല്ലാഹ്. ക്വസ്റ്റ്യൻ പേപ്പർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾക്കാണ് നമ്മൾ അയച്ചിട്ടുള്ളത്. അതിൻ്റെ സമയം അവസാനിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഈ ആയത്തിൻ്റെ വിശദീകരണങ്ങൾ നമുക്ക് അടുത്ത നാളത്തെ ക്ലാസ് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി പെരുമാറാവട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് നമ്മുടെ എല്ലാ സ്വാലിഹായ അമലുകളും സ്വീകരിക്കുമാറാവട്ടെ. പ്രവർത്തനങ്ങൾ ധാരാളം നടത്തി എല്ലാം നഷ്ടമാകുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. കൃത്യമായി പ്രവർത്തിക്കുകയും ആ പ്രവർത്തനങ്ങൾക്ക് ശരിയായ പ്രതിഫലം ലഭ്യമാകുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.